നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ ജന്യ. നമ്മൾ ചായ കുടിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ദിവസം ഒന്ന് റിഫ്രഷ് ആയിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? പക്ഷെ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു ദിവസം നല്ല ഉറക്കം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ചായ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ബനാന ടീ ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. അപ്പോൾ ഈ ഉറക്കമില്ലായ്മയ്ക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ടീ. അപ്പോൾ ഈ ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ കാണാം. ബനാന ടീ തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. പ്രധാനമായിട്ടും വേണ്ടത് പഴമാണ്. ഇവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പഴം. ഇതിലുള്ള ചില വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കും. വാഴപ്പഴം നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സും ഉത്കണ്ഠയും കുറയ്ക്കും. മാത്രമല്ല പേശികളിലെ തടസ്സങ്ങളും ലഘൂകരിക്കും. അങ്ങനെ ഇത് നല്ല ഉറക്കത്തിന് കാരണമാകും. ഇനി വേണ്ടത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും തടി കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കും. മാത്രമല്ല രോഗങ്ങളെ തടയാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും തലച്ചോറിന്റെ പ്രവർത്തനം ബൂസ്റ്റ് ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അവസാനമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ പഴത്തിന്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ചു മാറ്റാം. നന്നായി കഴുകിയ ശേഷം വേണം പഴം എടുക്കാനായിട്ട്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളെ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിക്കാം, നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മുറിക്കാം. ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിന് ഞാൻ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോരോ പഴങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. പഴമെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കറുവപ്പട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടാണെങ്കിലും ചേർത്താൽ മതിയാകും. ഇനി ഇത് കുറച്ചു നേരം മൂടി വെക്കാം. ഏകദേശം 10 മിനിറ്റിന് ശേഷം നോക്കാൻ നേരത്ത് നമുക്ക് നല്ല തിളച്ച പോലെ കിട്ടും. നമ്മൾ കുറഞ്ഞ തീയിലിട്ടാണ് ഇത് ചെയ്യുന്നത്. നന്നായി തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ ബനാന ടീ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി മാത്രം കുറച്ച് തേൻ കൂടി ചേർത്ത് കൊടുക്കാം. തേൻ ഓപ്ഷണൽ ആണ്. അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാതെ തന്നെ ചായക്ക് ചെറിയ രീതിയിലുള്ള മധുരം കാണും. അപ്പോൾ സ്ട്രെസ് കുറയാനും അതുപോലെ തന്നെ ആങ്സൈറ്റി കുറയാനും ഒക്കെ ഈ ഒരു ചായ കുടിച്ചാൽ സഹായിക്കും. മാത്രമല്ല നല്ല ഉറക്കവും കിട്ടും. മാത്രമല്ല ഇതിൽ കറുവപ്പട്ട ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ദഹന പ്രക്രിയയ്ക്കും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.